ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രകൃതിദത്ത സ്മാരകങ്ങളിൽ ഒന്നാണ് പ്രോമിത്യൂസ് ഗുഹ. ഇതിന് ഏകദേശം 60 മുതൽ 70 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുണ്ട്. കുമാ നദീതടത്തിലെ കുമസ്തവി ഗ്രാമത്തിലാണ് പ്രോമിത്യൂസ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഈ ഗുഹയിൽ 22 ഹാളുകളുണ്ട്. അതിൽ 6 എണ്ണം മാത്രമാണ് വിനോദസഞ്ചാരികൾക്കായി തുറന്നിട്ടുള്ളത്. ഗുഹയ്ക്കുള്ളിലൂടെ ഏകദേശം 1420 മീറ്റർ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. ചില സ്ഥലങ്ങൾ നമ്മൾ കാണുന്നു, ചില സ്ഥലങ്ങൾ നമ്മളെ മാറ്റുന്നു. ജോർജിയയിൽ ടൂറിസ്റ്റ് പ്ലേസുകൾ വെറും ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷനുകളല്ല. ഓരോ സ്ഥലത്തിനും ഓരോ കഥയുണ്ട്. ഒരു നിശബ്ദതയുണ്ട്, ഒരു അനുഭൂതിയുണ്ട്. മലകൾ നമ്മളെ ചുറ്റി നിൽക്കുമ്പോൾ വാക്കുകൾ കുറയുന്നു. മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശം അടുത്തായി തോന്നും. അവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം തോന്നി, നമ്മുടെ പ്രശ്നങ്ങൾ എത്ര ചെറുതാണ്. ഇവിടെ ഒന്നും വേഗത്തിൽ ചെയ്യാൻ മനസ്സ് വരില്ല, കാരണം ഈ കാഴ്ചകൾ പതുക്കെ ആസ്വദിക്കാനാണ് നമുക്ക് തോന്നുന്നത്. കുട്ടൈസിയിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയുള്ള ഇഞ്ചുകുരി ഗ്രാമത്തിലാണ് മാർട്ടോലി മലയിടുക്കുള്ളത്. ഇവിടെ 300 മീറ്റർ വൺ വേ ഭാഗത്ത് ബോട്ടിൽ ഒരു യാത്ര നടത്താനും മലയിടുക്കിന്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനും കൂടാതെ ഡൈവിംഗ് ആസ്വദിക്കാനും വെള്ളത്തിനടിയിലെ മനോഹരമായ സ്ഥലങ്ങൾ നമുക്ക് പര്യവേഷണം ചെയ്യാനും കഴിയും. മാർത്വലി പോലുള്ള പ്രകൃതിയിടങ്ങൾ കൃത്രിമത്വമില്ല. വെള്ളം സ്വന്തം വഴിയിൽ ഒഴുകുന്നു, പച്ചപ്പ് സ്വന്തം നിറത്തിൽ വിരിയുന്നു. ഇവിടെ നമ്മൾ പ്രകൃതിയെ കാണുന്നില്ല, അത് നമ്മളെ ചുറ്റിപ്പിടിക്കുന്നു. ചരിത്രം ഭിത്തികളിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇവിടെ നടന്നു പോകുമ്പോൾ ഒരു കാര്യം തോന്നും. പഴയതും പുതിയതും ഒരുമിച്ച് ശ്വാസമെടുക്കുന്ന നഗരം. കുറുകിയ വഴികൾ, നിറമുള്ള വീടുകൾ. ഇവിടെ സമയം ഒന്നിനും അടിയന്തരമല്ല. പഴയ പള്ളികൾ, ആരും പഠിപ്പിക്കാതെ നമ്മളെ നിശബ്ദരാക്കുന്ന സ്ഥലങ്ങൾ. ചരിത്രം പുസ്തകങ്ങളിലല്ല, ഇവിടത്തെ കല്ലുകളിലാണ്. ചെറിയ പട്ടണങ്ങൾ മാപ്പിൽ വലുതായി കാണിക്കില്ല, പക്ഷെ മനസ്സിൽ വലിയ ഇടം പിടിക്കും. ചെറിയ കഫേകൾ, പഴയ വീടുകൾ, പതുക്കെ നടക്കുന്ന ജീവിതം. ഇവിടെയാണ് ജോർജിയ ശരിക്കും ജീവിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ക്യാമറ കയ്യിലെടുക്കാൻ മനസ്സുവരില്ല, കാരണം അവിടെ ഒരു ഫോട്ടോ അല്ല, ഒരു നിമിഷം സംഭവിക്കുന്നു. അത് പിടിച്ചു വെക്കേണ്ടത് മെമ്മറി കാർഡിലല്ല, ഹൃദയത്തിലാണ്. ഈ സ്ഥലങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യം, ലോകം വലുതാണ്, നമ്മുടെ ജീവിതം അതിലും വലിയതാണ്. ബോൾഷെവിക് ആക്രമണത്തിൽ പരസ്പരം വേർപിരിയാൻ നിർബന്ധിതരായ ഒരു ക്രിസ്ത്യൻ രാജകുമാരിയുടെയും ഒരു മുസ്ലിം യുവാവും തമ്മിലുള്ള പ്രണയത്തിന്റെ കഥ പറയാൻ ആർട്ടിസ്റ്റ് താമര കൊസ്റ്റാഡ്സെ സൃഷ്ടിച്ച ഒരു പ്രമുഖ ശില്പമാണ് അലിയും നീനോയും. ഈ സ്മാരകം പ്രശസ്ത എഴുത്തുകാരൻ ഖുർബാൻ സെയ്ദിന്റെ അലി ആൻഡ് നീനോ എ ലവ് സ്റ്റോറി എന്ന നോവലിനെ അനുസ്മരിക്കുന്നതാണ്. ഇത് എക്കാലത്തെയും മികച്ച ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള കഥകളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത്. Ay, digo, ay,
ടിബിലിസി കടലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു സ്മാരകമാണ് ക്രോണിക്കിൾ ഓഫ് ജോർജിയ. 1985 സുറാബ് സെററ്റിലിയാണ് ഇത് നിർമ്മിച്ചത്. വലിയ ഗോവണിപ്പടികളുടെ മുകളിലായാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്മാരകം ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും പുരാതന ജോർജിയൻ ചരിത്രത്തെയും ചിത്രീകരിക്കുന്ന കൂറ്റൻ തൂണുകളുടെ ഒരു കൂട്ടമാണ്. ആയിരത്തി 1951 സോഷ്യലിസത്തിൻ്റെ ചരിത്ര മ്യൂസിയമായി ആരംഭിക്കുകയും പിൽക്കാലത്ത് 1953 അന്തരിച്ച സ്റ്റാലിൻ്റെ സ്മാരകമായി മാറ്റുകയുമായിരുന്നു ഈ സ്ഥാപനം. ഇവിടെ സ്റ്റാലിൻ്റെ ചില ഓഫീസ് ഫർണിച്ചറുകൾ, വ്യക്തിഗത ഗിഫ്റ്റുകൾ, ഫോട്ടോഗ്രാഫുകൾ, പെയിൻറ്റിങ്ങുകൾ, പത്രലേഖനങ്ങൾ എന്നിവയൊക്കെ കാണാൻ കഴിയും. മ്യൂസിയത്തിന് ഒരു വശത്ത് സ്റ്റാലിൻ്റെ സ്വകാര്യ റെയിൽവേ വണ്ടിയുണ്ട്. കവചം പൂശിയതും 83 ടൺ ഭാരമുള്ളതുമായ പച്ച പുൾമാൻ വണ്ടി 1941 മുതൽ സ്റ്റാലിൻ ഉപയോഗിച്ചിരുന്നു. 1985 റോസ്റ്റോവ് ഓൺ ഡോണിലെ റെയിൽവേ യാർഡിൽ നിന്ന് കണ്ടെടുത്ത ശേഷമാണ് ഇത് മ്യൂസിയത്തിലേക്ക് മാറ്റിയത്. BC 1 സഹസ്രാബ്ദത്തിൻ്റെ ആദ്യ പകുതി മുതൽ ഉള്ള ഒരു പുരാതന നഗരമാണ് ദൈവത്തിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന അപ്ലിസ്കേ. പുറംജാതിയുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഇത്. അപ്ലിസ്കേക്ക് 4 കവാടങ്ങളുണ്ടായിരുന്നു. കൂടാതെ ഹാളുകൾ, ഗുഹകൾ, തിയേറ്ററുകൾ, ബലിപീഠങ്ങൾ, ക്ഷേത്രങ്ങൾ, രഹസ്യ തുരങ്കങ്ങൾ, ജയിലുകൾ, ഫാർമസികൾ, കൂടാതെ 4 ഹെക്ടർ വിസ്തൃതിയിൽ കല്ലിൽ കൊത്തിയെടുത്ത വഴികളും തെരുവുകളും ഉണ്ടായിരുന്നു. സമൃദ്ധിയുടെ കൊടുമുടിയിൽ നിന്നിരുന്ന ഈ നഗരത്തിൽ ഏകദേശം 20,000-ഓളം ജനസംഖ്യയും ഉണ്ടായിരുന്നു. പിന്നീട് ഇവിടെ ക്രിസ്ത്യൻ പള്ളികൾ നിർമ്മിക്കപ്പെട്ടു. 13-ാം നൂറ്റാണ്ടിൽ ജോർജിയയിലേക്ക് ചെങ്കിസ് ഖാൻ ഹോർഡുകളുടെ വിനാശകരമായ അധിനിവേശത്തിൻ്റെ ഫലമായി ഇത് നശിപ്പിക്കപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിൽ മണ്ണിനടിയിലകപ്പെട്ട നഗരം നിരവധി വിദഗ്ധരുടെ വലിയ പരിശ്രമവും പുനരുദ്ധാരണവും ഖനനവും കൊണ്ട് പുനരുജ്ജീവിക്കപ്പെടുകയായിരുന്നു ഈ നഗരം. യുനെസ്കോ സംരക്ഷിക്കുന്ന ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇത്. ജോർജിയയുടെ തലസ്ഥാന നഗരമായ ടിബിലിസിയിൽ സ്ഥിതി ചെയ്യുന്ന ജോർജിയൻ ഓർത്തഡോക്സ് സഭയുടെ പ്രധാന കത്തീഡ്രലാണ് സമീപ എന്നറിയപ്പെടുന്ന ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് കത്തീഡ്രലാണിത്. 1995-നും 2004-നും ഇടയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ജോർജിയ നമ്മളെ പഠിപ്പിക്കുന്നത് ഒറ്റ കാര്യം: ജീവിതം ഓടാനുള്ളതല്ല, അത് അനുഭവിക്കാനുള്ളതാണ്. പതുക്കെ നടക്കാൻ, പതുക്കെ കാണാൻ, പതുക്കെ ജീവിക്കാൻ. തിരികെ മടങ്ങുമ്പോൾ ബാഗിൽ കുറച്ച് വസ്തുക്കൾ, പക്ഷേ മനസ്സിൽ ഒരു രാജ്യം മുഴുവൻ. ടിബിലിസിയുടെ വഴികൾ, കാസ്ബെഗയുടെ മലകൾ, ഗുദവരിയുടെ ആകാശം, ഗ്രാമങ്ങളുടെ ശാന്തത, ഇതെല്ലാം ഇനി നമ്മുടെ ഉള്ളിലാണ്. ജോർജിയ ഒരു രാജ്യമായി കണ്ടതല്ല, ഒരു ജീവിത പാഠമായി അനുഭവിച്ചതാണ്.